ഏരിയ കയറുന്ന ഏരിയ നല്ല സ്ലിപ്പറാണ്, നല്ല ഒഴുക്കുണ്ട്. അപ്പം നമ്മൾ നീന്തിയിട്ട് കയറണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് കയറി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനു വേണ്ടിയിട്ടാണ് ഈ റോപ്പ് ഇവിടെ വെച്ചിട്ടുള്ളത്. നിരവധി ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉള്ള ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിൽ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 1-2 ദിവസം മിനിമം ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയം കണ്ടെത്തണം. അത്രയും നമുക്ക് കണ്ടു പോകാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഞാൻ ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത കുടിയാമലക്കടുത്ത ഒരു ഏഴരക്കുണ്ട് എന്ന് പറഞ്ഞ ഒരു വെള്ളച്ചാട്ടത്തിലുള്ള അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലെത്തി. അത് ആ കാണുന്ന കൗണ്ടറിൽ നമ്മൾ എൻട്രി ഫീസ് എടുത്തു. എൻട്രി ഫീ എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 3 to 12 years കുട്ടികൾക്ക് 60 രൂപയാണ്. പിന്നെ ക്യാമറയ്ക്ക് സെപ്പറേറ്റ് ക്യാഷ് കൊടുക്കണം. അവിടെ നിന്ന് ഏകദേശം മുകളിലേക്ക് 1 കിലോമീറ്റർ 200 മീറ്റർ നടക്കാനുണ്ട്. ഈ നടക്കുന്ന ഭാഗത്തൊക്കെ ഉണ്ടോ, ഇതൊക്കെ മുളയാണ് അല്ലേ. അങ്ങനെ നടന്നിട്ട് നമുക്ക് നേരെ കുന്നൊക്കെ നടന്നിട്ട് മുകളിൽ പോയിട്ട് വേണം ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ, ഈ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിക്കും കണ്ടറിയാൻ വേണ്ടിയിട്ട്. കാട്ടിനുള്ളിലെ വഴിയിലൂടെ നടന്നു പോകുന്നൊരു ഫീൽ തന്നെയാണ് നമുക്കിതിലൂടെ നടക്കുമ്പോൾ കിട്ടുന്നത്. മഴക്കാലം അല്ലാത്തതിനാൽ വഴുക്കൽ കുറവാണ്, പക്ഷേ ചെറിയ രീതിയിലുള്ള ഒരു സാഹസം പിടിച്ച വഴി തന്നെയാണിത്. എന്നാലും നടക്കുന്ന വഴിയരികൾ മികച്ച രീതിയിലുള്ള കൈവരികൾ DTPC സ്ഥാപിച്ചിട്ടുണ്ട്. കണ്ണൂർ DTPC ആണ് ഈ ഒരു സ്ഥലം പരിപാലിച്ചു പോകുന്നത്. നടന്ന് തന്നെ മുകളിലേക്ക് കയറണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിലൂടെ നടക്കുമ്പോൾ മാത്രമേ നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നടന്ന് മുന്നോട്ട് പോകാൻ കഴിയൂ. വഴിയിലുടനീളം വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്നതും അതിൻ്റെ ശബ്ദവും കാറ്റും കൊണ്ട് ഈ നടത്തത്തിൻ്റെ ദൂരം നമ്മൾ അറിയുകയില്ല എന്നുള്ളതാണ് അനുഭവം. നടന്നു കയറുമ്പോൾ വിശ്രമിക്കാൻ വഴിയരികിൽ ധാരാളം ഇരിപ്പിടങ്ങൾ ഇവരെ സ്ഥാപിച്ചിട്ടുണ്ട്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം സമയം. ആൽക്കഹോൾ സ്മോക്കിംഗ് ഇവിടെ പ്രത്യേകം പാടില്ലെന്ന ഇൻസ്ട്രക്ഷൻ നമുക്ക് തരുന്നുണ്ട്. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആവശ്യമായ കുടിവെള്ളവും ലഘുഭക്ഷണവും കരുതേണ്ടതാണ്. കാരണം സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ എൻഡിങ് പോയിന്റ് വരെ കുടിവെള്ളത്തിനുള്ളതും ഭക്ഷണത്തിനുമായ ഒരു സൗകര്യവും ഇവിടെയില്ല. കുട്ടികൾക്കൊക്കെ കുളിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഇവിടെ. കാരണം അധികം ആഴമൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ ലൈഫ് ജാക്കറ്റ് വേണമെങ്കിൽ ഇവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. അവരോട് ചോദിക്കുവാണെങ്കിൽ അവർ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ കുട്ടികൾക്കുള്ള തരും. ഇത് സുരക്ഷിതമായിട്ട് കുട്ടികൾക്ക് നീന്തി തുടിച്ച് കളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഫസ്റ്റ് പോയിന്റ് ഏഴരക്കുണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം 7 കുണ്ടുകളാണ്. കണ്ണൂർ ഭാഷയിലാണ് കേട്ടോ കുണ്ടുകൾ എന്ന് പറയുന്നത്. അതിനെ കുഴികളെന്ന് പറയും. 7 ഇതുപോലുള്ള കുഴികളുള്ള ഒരു വെള്ളമുള്ള സ്ഥലമാണ്. ഇത് ഒന്നാമതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ കണ്ടത് ഒന്നല്ല, തെറ്റിപ്പോയതാണ്. അത് കുട്ടികൾക്ക്, വളരെ ചെറിയ കുട്ടികൾക്ക് ഇറങ്ങാൻ പറ്റിയൊരു സ്പേസാണത്. ഇത് ഒന്ന്. ഇതുപോലത്തെ 7 ഉണ്ട്. 7 നമുക്ക് 4 വിസിബിളായിട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളത് വളരെ ആഴമുള്ളതുകൊണ്ട് ഇവർ ഓപ്പൺ ചെയ്ത് തന്നിട്ടില്ല. നമുക്ക് ഈ ഒരു കുന്ന് കയറണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. താഴെ നമ്മളെ സെക്യൂരിറ്റി ഗാർഡ്സിനോട് പറയുകയാണെങ്കിൽ അവർ നമുക്ക് ജീപ്പ് സൗകര്യം മുകളിലേക്ക് ഈ 1.5 കിലോമീറ്റർ 1.5 കിലോമീറ്റർ കയറാനുള്ള സൗകര്യം, ജീപ്പ് സൗകര്യം ഉണ്ട്. 250 രൂപയാണ് അതിന് വേണ്ടി കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മാത്രം നടന്നിറങ്ങിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ജീപ്പ് പിടിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റും. പോകുന്ന വഴിക്കുള്ളൊരു തൂക്കുപാലാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് മുളങ്കാടുകളും ഒക്കെ മുളയാണ്. പിന്നെ ഒരു നല്ലൊരു ട്രക്കിങ്ങിന് പോയ ഒരു ഫീലാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് നടക്കുമ്പോൾ കിട്ടുന്നത്.
ഏറ്റവും മുകളിലെത്തിക്കാൻ നമുക്ക് 2 പൂളുകൾ കാണാൻ സാധിക്കും. 15 അടി താഴ്ചയുള്ള ഒരു പൂളും 10 അടി താഴ്ചയുള്ള ഒരു പൂളുമാണ് അവിടെ ഉള്ളത്. ഇതിൽ വലിയ പൂളിൽ 15 അടി താഴ്ചയുള്ള പൂളിൽ നന്നായി നീന്തൽ അറിയാവുന്നവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതും മുതിർന്നവർക്ക് മാത്രം. ഇവിടെ നീന്തൽ അറിയാവുന്നവർക്ക് നമുക്ക് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ലൈഫ് ജാക്കറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതായിരിക്കും. 10 അടി താഴ്ചയുള്ള പൂളിലും ലൈഫ് ഗാർഡ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മാത്രമേ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ഏരിയ കയറുന്ന ഏരിയ നല്ല സ്ലിപ്പറാണ്, നല്ല ഒഴുക്കുണ്ട്. അപ്പം നമ്മൾ നീന്തിയിട്ട് കയറണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് കയറി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനു വേണ്ടിയിട്ടാണ് ഈ റോപ്പ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ റോപ്പ് കൂടാതെ നമുക്ക് ഇറങ്ങുമ്പോൾ ലൈഫ് ജാക്കറ്റ്, പിന്നെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലൊരു സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഇവിടെ. പിന്നെ അതുമാത്രമല്ല, ഇവിടെ വന്നിട്ട് ഫീൽ ചെയ്തൊരു കാര്യം, ഇവിടുത്തെ ഗാർഡ്സും കാര്യങ്ങളും ജീവനക്കാരൊക്കെ വളരെ നന്നായിട്ടാണ് നമ്മളോട് പെരുമാറുന്നത്. അപ്പോൾ അവർ നമുക്ക് വേണ്ട കൃത്യമായ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തരുന്നുണ്ട്. നമുക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ തരുന്നുണ്ട്. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ വെള്ളത്തിലും കാര്യങ്ങളൊക്കെ ഇറക്കുന്നത്. പ്ലാസ്റ്റിക് നിരോധനമുള്ള ഏരിയ ആണ് ഇതെങ്കിലും നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ സ്വഭാവമാണ് ഈ ഏരിയയിൽ തന്നെ പ്ലാസ്റ്റിക്കുകൾ അലക്ഷ്യമായി വലിച്ചെറിയുക എന്നത്. പലയിടങ്ങളിലായി പ്ലാസ്റ്റിക് ബോട്ടിൽ കളക്ട് ചെയ്യാനുള്ള ഏരിയ ഉണ്ടെങ്കിലും അതും പലരും പാലിക്കാതെയാണ് പ്രകൃതിക്ക് മോശമായ രീതിയിൽ അലക്ഷ്യമായി ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ കളയുന്നത്. ബാത്റൂം, ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം, പാർക്കിംഗ് സൗകര്യവും ഇവിടെയുണ്ട്. നിരവധി ടൂറിസ്റ്റുകളാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ദിവസവും വരുന്നത്. നമ്മുടെ ഇന്നത്തെ ഏറെക്കൊണ്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ, സി യു.